സ്വാമി ഗുരുശ്രീ എഴുതിയ അത്രൈതം എന്ന ഗ്രന്ഥത്തിൻ്റെ ആമുഖം. ഭാഗം 6. പ്രാണപ്രമോദം. 5. ആത്മസങ്കടങ്ങൾ ദൂരീകരിക്കുന്നതിനുള്ള ശക്തി കൈവരിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് അവരവർ അവരവരുടെ സങ്കടം ദൂരീകരിക്കുന്നതിന് പ്രാപ്തരാണോ എന്നത്. ഭാരതത്തിലെ ഭൂരിപക്ഷം വ്യക്തികൾക്കും അവൻ്റെ സങ്കടം ദൂരീകരിക്കുന്നതിനുള്ള ശക്തിയില്ല. ബുദ്ധൻ്റെ ഭാഷ്യത്തിൽ ആഗ്രഹമാണ് സങ്കടഹേതു. അത് അപൂർണമാണ്. ഇന്ദ്രിയ സങ്കടങ്ങൾ ദൂരീകരിക്കാൻ ആഗ്രഹനിഗ്രഹം ഉപകരിച്ചെന്നിരിക്കും. ധനം, മാനം ഇവയിൽ ഛേദം സംഭവിക്കുമ്പോൾ മനുഷ്യർക്ക് അപകർഷത അനുഭവത്തിൽ വരും. പ്രത്യേകിച്ചും ഭാരത സമൂഹത്തിൽ ധനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യർക്ക് അധികവും മാന്യത കൈവരിക. ക്രിയാത്മകമായി പ്രവർത്തിക്കുന്നവരുടെ പരാജയം സ്വപ്നം കാണുന്ന വെള്ളയുടുപ്പിട്ട നിഷ്ക്രിയരാണ് ഭാരതത്തിലധികവും. അവരുടെ നിഷ്ക്രിയതയെ സാധൂകരിക്കാൻ സഹജ പരാജയം ആഗ്രഹിക്കുന്നവരുടെ എണ്ണം ഏറിവരികയുമാണ്. നീതി, ധർമ്മം, സത്യം എന്നൊക്കെ നീതിശാസനങ്ങളിൽ പ്രകമ്പനം കൊള്ളുന്നുണ്ട്. എങ്കിലും യഥാർത്ഥ ജീവിതത്തിലും വ്യവസ്ഥിതിയിലും അവയ്ക്ക് പ്രാമുഖ്യം കാണുന്നില്ല. സ്വന്തം സങ്കടങ്ങളുടെ ദൂരീകരണത്തിനും ആർത്തിപൂരണത്തിനുമാണ് അധികം ആളുകളും ഭക്തിയെ ആശ്രയിക്കുന്നത്. ഏറെ പേർ ശത്രു സംഹാരത്തിന് പ്രാർത്ഥിക്കുന്നുമുണ്ട്. അവനവനിൽ നുരയുന്ന സങ്കടങ്ങൾ, സംഘർഷങ്ങൾ, കോപങ്ങൾ, വൈരങ്ങൾ എല്ലാം ദൂരീകരിക്കുന്നതിനുള്ള ഉദാത്ത മാർഗമാണ് പ്രാണപ്രമോദ ഉപാസന. അതിൻ്റെ ഫലം അന്തരംഗങ്ങളിൽ നിന്നും സ്വയം ഉൽപ്പന്നമാകുന്ന അനുഭൂതിയാണ്. അതുകൊണ്ടാണ് പ്രാണപ്രമോദം ഉപാസിക്കുന്ന ഏതൊരാൾക്കും ഭക്തി പ്രഹേളികകളെ അവലംബിക്കേണ്ടതില്ലാത്തത്. ദണ്ഡ നമസ്കാരങ്ങളും ആർത്തിയുടെ പൊങ്കാലകളും കാണിക്ക നിക്ഷേപങ്ങളും ഒന്നും ശ്രേഷ്ഠജത്തിന് ആവശ്യമില്ല. ഭക്തി പ്രഹേളികകളിൽ നിന്നും ഉൽപ്പന്നമാകുന്ന ആനന്ദവും ശ്രേയസ്സും താൽക്കാലികമാണ്. അതിന് ശാശ്വതാനന്ദം സംഭാവന ചെയ്യുന്നതിനുള്ള ശക്തിയില്ല. അത് പെയിൻ്റടിച്ച് തുരുമ്പിനെ അകറ്റി നിർത്തുന്നത് പോലെയുള്ള ഒരു ദുർബല കർമ്മമാണ്. ആളുകൾ നിശ്ചയമായും പരിശീലിക്കേണ്ടതാണ് പ്രാണപ്രമോദ ഉപാസന. അതോടെ അന്തരംഗത്തിൽ വിടരുന്ന ആനന്ദത്തിൻ്റെ അടരുകൾ കാണുകയും അതിൻ്റെ പ്രഭാവം അനുഭവിക്കുകയും വേണം. അത് അനുഭവിച്ച് തന്നെ അറിയണം.